സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്കായി കരുതി വച്ചിരിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്, എവിടേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നതെന്നെല്ലാം നമുക്ക് ചോദിക്കാം. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു ഓവറോൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. നമുക്കത് എന്താണെന്ന് നോക്കാം. മനോഹരമായിട്ടുള്ള കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് റെഡി ഫോർ എ സർപ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇന്ന് ചെറിയ സാക്രിഫൈസ് വേണ്ടി വന്നാലും നമുക്കൊരു ധനപരമായിട്ടുള്ള ഒരു കാർഡാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് എപ്പോഴും ധനത്തിൻ്റെ ഒരു കാർഡാണ്. അപ്പോൾ ചെറിയൊരു സാക്രിഫൈസ്, പക്ഷേ നമുക്ക് നമ്മളിലേക്ക് കുറച്ച് പണത്തിൻ്റെ ഒരു സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വല്ല പണവും കിട്ടുമോ എന്നുള്ളത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഗൈഡൻസ് ആണ്. ഇന്നത്തെ ഗൈഡൻസ് എന്ന് പറയുന്നത് നമുക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 7 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ ശരിക്കും 7 ഓഫ് സോർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഈ സ്ത്രീ ഈ ഒരു ഇതിനെ അടിച്ചു കൊല്ലാൻ പോവുകയാണ്. ഇവരുടെ മനസ്സിൽ 7 സോഡും കാണുന്നുണ്ട്. അതായത് മുൻപാരോ മറ്റാരോടോ ചെയ്തൊരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരു പാവം ജീവിനെ കൊല്ലാൻ പോകുന്നൊരു വനിത തന്നെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഒരു ഇൻസ്ട്രക്ഷൻസ് പറയുന്നത്, നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ അങ്ങാടി തോറ്റാൽ അമ്മയുടെ നേരെ എന്ന് പറയുന്നത് പോലെ ആകരുത്. അതായത് ഇന്ന് നമ്മുടെ ഉള്ളിൽ പല ഫ്രസ്ട്രേഷൻ, പല വേദനകളും ഉണ്ടെങ്കിലും നമുക്ക് താഴെയുള്ളവരോട് നമ്മളത് കാണിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് എപ്പോഴും ആ ഒരു കാര്യത്തോട് ചെയ്യണം എന്നുള്ളതാണ്. എന്ത് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് ഓവറോളായിട്ട് വൈകുന്നേരം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 6 ഓഫ് സോർട്സ് പറയുന്നത് യാത്രയുടെ കാർഡാണ്. ഓക്കെ, നമുക്ക് യാത്രയ്ക്കുള്ളൊരു സമയമായി എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. സോഡ് എന്ന് പറയുന്ന വേദനകളാണ്, പക്ഷേ വേദനകൾ പേറിക്കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നതാണ് പറയുന്നത്, ബോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു എനർജി നമ്മൾ നോക്കി അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി വാതിൽ തുറന്ന് ഉള്ളിൽ കയറുമ്പോൾ, ലൈറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്, ഉള്ളിൽ കയറുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നുന്നൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള വ്യക്തികളെ അടിച്ചു കൊല്ലാനുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കൂ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ എന്ത് പറ്റും, ഒരു യാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു, ജീവിതത്തിൽ മൂവ്മെൻറ്റ് കാണുന്നു എന്നുള്ളതാണ് അർത്ഥം. അതായത് സ്റ്റക്കായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനുള്ള പുതിയ വാതിലുകൾ തുറക്കും. ആ വാതിലുകൾ നമുക്ക് നല്ലൊരു ഇതിലേക്ക് വരും. ഇതിനിടയിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെ നോക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഐ വിഷ് യു വെരി ഗുഡ് ഡേ. നമുക്ക് നാളെ വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.